ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഫുൾ മൂൺ കൂടിയാണ്. ഓക്കെ, ഞാൻ പക്ഷേ ഫുൾ മൂണിൻ്റെ വേറെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. മുമ്പിട്ട് പ്ലേലിസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ ഫുൾ മൂണിൻ്റെ ചെയ്യേണ്ട റിച്വൽസ്, കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യേണ്ട റെമഡീസ്. ഓക്കെ, എനർജി അപ്പ് ആൻഡ് ഡൗൺ ആവും. പ്ലീസ് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. അതിന് വേണ്ട റെമഡീസ് ഞാൻ പറഞ്ഞത് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തൊന്ന് നിങ്ങളെ തന്നെ ബാലൻസിൽ വെക്കാൻ ശ്രമിക്കുക അന്നത്തെ ദിവസം. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുക്കാം ഇന്ന്. ഓക്കെ, എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. 2-3 ഡെക്ക് വയ്ക്കുന്നുണ്ട്. കുറേ മെസ്സേജസ് എടുക്കാം നമുക്ക്. ടാരോ അല്ല. ഓക്കെ, എനർജിയുടെ കാര്യം നോക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓരോ സിറ്റുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തുടങ്ങാം. ഐ തിങ്ക് ഒരുപാട് ഷഫിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, pregnancy, holiday, connect with nature. Okay, and new home ഉണ്ട് ഇവിടെ. Okay, and ഇവിടെ spirit of gratitude, higher view, and one more, the uncharted sea. ആക്ച്വലി ഇവിടെ ബോട്ടം ട്രാവൽ ഉണ്ടായിരുന്നു. സോ ഇത് ട്രാവലിൻ്റെ കാർഡ് ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇതും കൂടി ഞാനിവിടെ വെച്ചേക്കാം. ആക്ച്വലി ഹോളിഡേ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഹോളിഡേ ഉണ്ടല്ലോ, ഹോളിഡേ ട്രാവൽ. ഓക്കെ, ആൻഡ് ഈ ഡെക്കിനോടി മെസ്സേജസ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. അഗൈൻ മിൽക്ക് ആൻഡ് ഹണി. ഓക്കെ, ടു ബി ഫെയർ, റീജനറേഷൻ, ബ്ലെസ്ഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് പല മെസ്സേജസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കാൻ റെസനേറ്റ് ആവുന്നത്, എല്ലാവർക്കും എല്ലാം ആവണമെന്നില്ല. ഓക്കെ, മെയിനായിട്ട് ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ്, ലേഡീസ് എസ്പെഷ്യലി, അല്ലെങ്കിൽ ഈവൻ ജെൻസ് ആയാലും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ്, അത് സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ കുട്ടികൾ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം എന്നും പറയാം. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇതിനെ ഒരു ന്യൂ സ്റ്റാർട്ട് എന്നും പറയാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് കൂടി നമുക്ക് എടുക്കാം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ് ഉണ്ട് എന്നുമാണ്. ഇവിടെ ബ്ലെസ്ഡ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ. ഇപ്പോൾ ഒന്നുമില്ല, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ യെസ്, അത് നടക്കും. എനിക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഫാമിലിയിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യമാണ്. പ്രഗ്നൻസിയാണ്, പക്ഷേ ഇവിടെ ഈ പീരീഡ് കാണിക്കുന്നത് കുട്ടികൾ വേറെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇത് കുട്ടികളെ അല്ല കാണിക്കുന്നത്, പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ടാവാം. ഓക്കെ, ആ ഐഡിയാസിനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ എന്നുള്ള ഒരു അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, നിങ്ങളുടെ എന്തെങ്കിലും ഹോബീസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ നല്ലൊരു പൊട്ടൻഷ്യൽ എത്തിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഒരു ഗ്രോത്ത് വരും നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഹോളിഡേ കാണുന്നുണ്ട്. ആൻഡ് ഹോളിഡേ 2 കാർഡ് 3 കാർഡ് ട്രാവലിൻ്റെ കാര്യങ്ങൾ, ഹോളിഡേൻ്റെ കാര്യം കാണുന്നുണ്ട്. സോ തീർച്ചയായും ഐ തിങ്ക് മേ ബി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, അല്ല ഹോളിഡേ യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ട്രിപ്പ് ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ട്രാവലിംഗ് പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ ജോലിക്കായിട്ടായാലും ശരി. ഓക്കെ, ഇപ്പം ഹോളിഡേ ഉണ്ട്, എന്നാലും ട്രാവൽ വന്നതുകൊണ്ട് ഞാൻ ജോലിയുടെ കൂടെ പറയുന്നു. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ ദ ആൻസർ യു ആർ ലുക്കിംഗ് ഫോർ ക്യാൻ ബി ഫൗണ്ട് ഡ്യൂറിങ് എ വെക്കേഷൻ, റിട്രീറ്റ് ഓർ ഹോളിഡേ ഗെറ്റ് അവേ, ആൻഡ് ആൻ അപ്കമിങ് ട്രിപ്പ് പ്രൂവ്സ് ടു ബി ലൈഫ് ചേഞ്ചിങ് പോസിറ്റീവ് വേസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതും അൺചാർട്ടേഡ് സീ, അതായത് നിങ്ങൾ ഒരു യാത്ര എന്നുള്ളൊരു കാര്യം ഇവിടെയും റെപ്രസെൻ്റ് ഉണ്ട്. യാത്ര മേ ബി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ലൈക്ക് എന്തായിരിക്കും, ചിലപ്പോൾ ഒരു അഡ്വഞ്ചർ ആയിരിക്കാം നിങ്ങൾക്ക് ആ യാത്ര. ഇത് ലൈഫ് ജേർണി എന്നും എടുക്കാം. ഓക്കെ, ഇത് ബാക്കി 2 കാർഡ്സ് പോലെയല്ല, ഇത് ഒരു ലൈഫ് ജേർണി എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ജോലിക്ക് വേണ്ടി മാറിപ്പോകുന്നതാവാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതാവും, പക്ഷെ അത് നിങ്ങൾക്ക് ഗുണമുള്ള ഒരു ട്രിപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ബെറ്റർ എന്തെങ്കിലും കാര്യങ്ങൾ വരും എന്നെടുക്കാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഇത് ട്രാവൽ വളരെയധികം ഇവിടെ 3 കാർഡ്സ് നമുക്ക് റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രാവലിംഗ് പ്ലാൻ മേ ബി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, പോകണോ, ഒരു ട്രിപ്പ് പോകാൻ ആലോചിക്കുന്നുണ്ടാവും. ഹോളിഡേ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കാം. എന്തു തന്നെയായാലും ഒരു യാത്ര
നിങ്ങൾക്ക് വളരെ ഗുണമായിരിക്കും എന്നാണ് പറയുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്ക് പല ആൻസേഴ്സും കിട്ടുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാനുള്ള ചില കാര്യങ്ങൾ ആ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടും, അറിയാൻ സാധിക്കും, ക്ലാരിറ്റി കിട്ടുമെന്ന് പറയാം. അത് മാത്രമല്ല അത് പക്ഷേ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സോ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ലൈക്ക് നിങ്ങൾ നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, കണക്ട് വിത്ത് നേച്ചർ. ഓക്കെ, നിങ്ങൾ നേച്ചറുമായിട്ട് ടൈം, എന്തെങ്കിലും അങ്ങനത്തെ വല്ല പുഴ, അങ്ങനത്തെ എന്താ പറയുക, കടൽ തീരത്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പോകാൻ പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ മേ ബി അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. അത് ഈവൻ ഹെൽത്ത് വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, പ്രഗ്നൻസി, ഹെൽത്ത് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. സോ ഹെൽത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവലിംഗ് നല്ലതായിരിക്കും എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഓവറോൾ നിങ്ങളൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഹോളിഡേ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിൽ കൂടി ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വരിക. ഓക്കെ, അൺചാർട്ടേഡ് സീ എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാൻ ആയിരിക്കാം, സഡൻ പ്ലാൻ ഇടുന്നതായിരിക്കാം. സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായാലും ശരി, മനസ്സ് ബെറ്റർ ആക്കാനായാലും ശരി, എന്തെങ്കിലും കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടാനായാലും ശരി, സന്തോഷിക്കാനായാലും ശരി, ജസ്റ്റ് റിലാക്സ് ചെയ്ത് സന്തോഷം അങ്ങനെയാവാം, ഫാമിലിയുടെ കൂടെ ആവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരു യാത്ര നിങ്ങൾക്ക് വളരെ ആക്ച്വലി പ്രോമിനൻ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ നടക്കുക തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ കണക്ട് വിത്ത് നേച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാം, നമ്മൾ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാം, നിങ്ങൾ കുറച്ചുകൂടി കണക്ട് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, ഈ പറഞ്ഞ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, കുറച്ചൊന്ന് ജസ്റ്റ് പുറത്ത് നല്ല വെയിലുമുള്ള ഗാർഡനിൽ നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സോ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളെ ഒരു മനസ്സ് പോസിറ്റീവ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഗ്രോത്ത് കൊണ്ടുവരും എന്ന രീതിക്കും പറയാം. ആൻഡ് ന്യൂ ഹോം, യെസ്, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പുതിയ വീടിൻ്റെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ മൂവിങ് ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ അഗെയിൻ മൂവിങ്. ഓക്കെ, ട്രാവൽ, ഹോളിഡേ, യാത്ര, മൂവിങ് എല്ലാം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം ഓൾറെഡി, ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വലുതൊക്കെ നടക്കാം. ഓക്കെ, ഒരു മൂവിങ്ങിൻ്റെ കാര്യം വീണ്ടും 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 പറയുന്നുണ്ട്, യാത്രയുടെ കാര്യം പറയുന്നുണ്ട്. സോ അഗെയിൻ ഇതൊരു ന്യൂ ഹോം എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്ഥലം മാറിപ്പോയിട്ട് വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോകുന്നു, അത് പക്ഷേ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈവൻ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വീട് കെട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം, അതും നടക്കും, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കും. മൂവിങ് ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു മാറ്റം ആക്ച്വലി നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. എന്ത് തന്നെയായാലും, അതിപ്പോൾ വീട് മാറുന്നു, സ്ഥലം മാറുന്നു, യാത്ര പോകുന്നു, എന്ത് തന്നെയായാലും ഐ തിങ്ക് നിങ്ങൾക്കതൊരു വളരെ ബെനിഫിഷ്യൽ, ഈ ഒരു സമയത്ത് ഐ തിങ്ക് അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്കത് ആവശ്യമാണ്. ഓക്കെ, പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്ക് വളരെയധികം ഒരു റിലീഫ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലിരിക്കുക. നിങ്ങൾ എപ്പോഴും സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെല്ലാം നമ്മൾ നന്ദി പറയുക എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, നമ്മൾ വിചാരിക്കുക ഇതൊന്നും അല്ലല്ലോ എനിക്ക്, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയും. പക്ഷേ നമുക്ക് കിട്ടിയ പല കാര്യങ്ങളുണ്ട്, നമുക്ക് ദൈവം തന്ന പല കാര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിനെല്ലാം നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക. ഈവൻ ചെറിയൊരു കാര്യമായാൽ പോലും. ഓക്കെ, ജസ്റ്റ് നമ്മളെ നോക്കി ഇറങ്ങി ചിരിച്ചു, ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര മീൻസ് ബസ്സിൽ പോകാൻ നിൽക്കുന്നു, ബസ്സിൽ സീറ്റ് കിട്ടി, അങ്ങനെ ഓരോന്നിനും നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് ഒരുപാടുണ്ടെന്ന് നിങ്ങൾ കാണും. ശരിക്കും ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഹയർ വ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ശരിക്കും നമ്മളിങ്ങനെ മേലോട്ട് ഉയരുന്ന ഈഗിളിൻ്റെ ആണ്. ഓക്കെ, ഈഗിൾ എനർജിയാണ്, നമ്മൾ നല്ലോണം മേലോട്ട് പോകുന്നു എന്ന രീതിക്ക് പറയാം. ആക്ച്വലി ഈഗിൾ അല്ല, അത് കണ്ടിട്ട് അവള് മരിയുണ്ട്, മൂങ്ങ മരിയുണ്ട്. ഓക്കെ, എല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറയുന്നത്, വിസ്ഡം ഗെയിൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ഹയർ പെർസ്പെക്റ്റീവ് എന്ന് കാണുക എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതും അതിൽ തെറ്റും ഒരുപാട് ശരിയല്ല എന്ന രീതിക്കൊക്കെ തോന്നും. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഒരു ബിഗർ പിക്ചർ കാണൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങളെ കുറച്ചുകൂടി സാഹചര്യം മനസ്സിലാക്കൂ, സിറ്റുവേഷൻസ് മനസ്സിലാക്കൂ എന്ന രീതി കൂടി ആയിരിക്കാം കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക നിങ്ങൾ. ഓക്കെ, ഒരു ഹയർ പെർസ്പെക്റ്റീവ് എന്ന് കാണുക. അത് മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അതിനൊരു ബിഗർ പർപ്പസ് ഉണ്ടാവും. ഓക്കെ, ആ കാര്യം ഇപ്പം നടക്കാത്തത് അതിനൊരു റീസൺ ഉണ്ടാവും. ഓക്കെ, അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് എന്തെങ്കിലും വരാനുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എല്ലാം ഒരു ഹയർ ഒരു ഇതിൽ നിന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് അഗെയിൻ യാത്ര. ഓക്കെ, ആൻഡ് ഇവിടെ മിൽക്ക് ആൻഡ് ഹണി, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഹാപ്പിനെസ് വരുന്നതായിട്ടും സന്തോഷങ്ങൾ വരുന്നതായിട്ടുമാണ് കാണുന്നത്. അതായത് ശരിക്കും പാലും തേനും എന്നൊക്കെയാണ്. നിങ്ങൾക്ക് പാലും തേനും പോലെ, ഓക്കെ, ആരുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണെങ്കിൽ പാലും തേനും പോലെ നിങ്ങൾ മിക്സ് ആവും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്ന് പറയാം ചുരുക്കി പറയുമ്പോൾ. ഓക്കെ, ഹാപ്പിനെസ് വരുന്നു.
അതിൻ്റെ ഇവിടെ ടു ബി ഫെയർ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ജസ്റ്റിസ് ചെയ്യും. എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എപ്പോഴും എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് യൂണിവേഴ്സ് ജസ്റ്റിസ് തരും എന്നാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ എഫേർട്ടിന് എല്ലാം നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും തെറ്റ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് ന്യായം ആയിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം. റീജനറേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തന്നെ ഒരു മാറ്റം വരുന്നതായിരിക്കാം, നിങ്ങളിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്ന കാര്യമായിരിക്കാം. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും മുളച്ച് വീണ്ടും എന്താ പറയുക ചെടിയൊക്കെ മുളച്ച് വരിക എന്ന രീതിക്കാണ് നമ്മൾ പറയുക അല്ലേ. സോ റീജനറേഷൻ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം വീണ്ടും തളിർക്കും എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ ഗ്രോത്ത് ആണ് കാണുന്നത്, ഗ്രോത്ത് ആൻഡ് അബൻഡൻസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. എൻ്റെ ഇവിടെ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് നിങ്ങൾക്ക് വരും. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലും വീണ്ടും ഒരു ഗ്രോത്ത് വരുന്ന പീരീഡ് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിന് നിങ്ങൾ മനസ്സ് പക്ഷെ മാക്സിമം റിലാക്സ് ആക്കി വെക്കുക. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ഹോളിഡേ ട്രിപ്പ് കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നവർക്ക്. എൻ്റെ ഇവിടെ നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം ഞാൻ 43, 41, 46 4 വന്നു. അതിൻ്റെ ഇവിടെ 51, 38, 46 അഗൈൻ. രണ്ട് 46 ഉണ്ട്. വെരി ഗുഡ്. 46 പറയുമ്പോൾ 10 ആണ് ടോട്ടൽ. 10 ഈസ് എൻഡിങ് ആണ്, പക്ഷെ 10 ഇസ് ഓൾസോ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ ബിഗിനിങ് എന്നും പറയും. അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിച്ച് ചിലത് പുതിയ തുടങ്ങാൻ പോകുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. റീജനറേഷൻ അല്ലേ, എന്തെങ്കിലുമൊക്കെ കേട് വന്ന് പോയി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് അത് തളിർത്ത് വരും എന്ന് പറയാം. ഓക്കെ, സോ 10 കണ്ടു നമ്മളിവിടെ. ആൻഡ് ഇവിടെ 43, സോ 7, 5, 6, 11 അഗൈൻ 11 ആണ്. ഓക്കെ, 2 ആവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ്. ഓക്കെ, ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫുൾ മുണ്ടേ പ്ലീസ് എല്ലാവരും റെമഡീസ് ചെയ്യാം. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. അത് ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.